വനവാസി മേഖലയായ അട്ടപ്പാടിക്ക് മോദി സർക്കാർ അനുവദിച്ച ആയുഷ് ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുത്തു നൽകാതെ സംസ്ഥാന സർക്കാർ 2022 അനുവദിച്ച ആശുപത്രിക്കാണ് ഇതുവരെ സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് നൽകാതിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് 15 കോടി രൂപ ചെലവിൽ 50 കിടക്കകളുള്ള ആശുപത്രി ഉടൻ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. അരിവാൾ രോഗവും ശിശുമരണങ്ങളുമെല്ലാം തുടർക്കഥയായിട്ടുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ വനവാസി മേഖലയായ അട്ടപ്പാടിക്ക് 2022 സെപ്റ്റംബർ മാസത്തിലാണ് മോദി സർക്കാർ ആയുഷ് ആശുപത്രി അനുവദിച്ചത്. 15 കോടി രൂപ ചെലവിൽ 50 കിടക്കകളുള്ള ആയുഷ് ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി സ്ഥാപിക്കുകയായിരുന്നു ഉദ്ദേശം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഉടൻ ആശുപത്രി നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ 2.5 വർഷമായിട്ടും ആശുപത്രി സ്ഥാപിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു പോലും നൽകിയിട്ടില്ല. വനവാസി ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണ് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ ഇപ്പോഴും സ്തംഭനാവസ്ഥയിൽ ഉള്ളത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ പദ്ധതിക്കായി ചെറുവിരൽ അനക്കുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 15 കോടി രൂപയാണ് അട്ടപ്പാടിയിലെ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ആയുർവേദ ഹോസ്പിറ്റൽ, എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള ആയുർവേദ ഹോസ്പിറ്റൽ ആരംഭിക്കാനായിട്ട് അനുവദിച്ചത്. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഇതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി ആയുഷ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വലിയ പ്രസ്താവനയെല്ലാം നടത്തിയിരുന്നു. അട്ടപ്പാടിയിൽ വലിയ പദ്ധതി, ബൃഹത്തായിട്ടുള്ള പദ്ധതി ആയുഷ് മന്ത്രാലയത്തിൻ്റെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വരുന്നുണ്ടെന്നല്ല. പക്ഷേ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അട്ടപ്പാടിയെ സംബന്ധിച്ചോളം ചികിത്സാ രംഗത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്, ട്രൈബൽ മേഖലയാണ്. അവിടേക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഈ പദ്ധതിയോട് പോലും സംസ്ഥാന സർക്കാർ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എംപിയുടെ ഭാഗത്തുനിന്നും വളരെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു സമീപനമാണ്, അനാസ്ഥയാണ് എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ ആയുഷ് മേഖലയിൽ 97.77 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നായിരുന്നു 2022 മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത്. നാഷണൽ ആയുഷ് മിഷൻ മുഖേനയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. എന്നാൽ അതിൽ മിക്ക പദ്ധതികളും ഒച്ചിഴയുന്ന വേഗത്തിലാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്.